നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ വിശകലനത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കാലാവസ്ഥാ മാറ്റത്തിലെ ചില നിർണായക ഘട്ടങ്ങളെക്കുറിച്ചാണ്. ടിപ്പിംഗ് പോയിന്റുകൾ. അതെ. നമ്മുടെ കയ്യിലുള്ളത് ന്യൂയോർക്ക് ടൈംസ് ലേഖനങ്ങൾ, പിന്നെ യോഹാൻ റോക്സ്ട്രോം, ഹൂസുങ് ലീ പോലുള്ള വിദഗ്ധരുടെ ചർച്ചകൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് വേർതിരിച്ചെടുത്ത് സംസാരിക്കാം, അല്ലേ? തീർച്ചയായും. നമ്മൾ പൊതുവെ വിചാരിക്കുന്നത് കാലാവസ്ഥാ മാറ്റം ഇങ്ങനെ പതുക്കെ സാവധാനം വരുന്ന ഒന്നാണെന്ന്. ശരിയല്ലേ? സാധാരണ അങ്ങനെയാണ് ചിന്തിക്കാറ്. പക്ഷേ ഈ സ്രോതസ്സുകൾ പറയുന്നത് കാര്യങ്ങൾ പെട്ടെന്ന് ഒരു തിരിച്ചുപോക്കില്ലാത്ത അവസ്ഥയിലേക്ക് മാറാൻ സാധ്യതയുള്ള ചില ടിപ്പിംഗ് പോയിന്റുകൾ ഉണ്ടെന്നാണ്. അപ്പോ എന്താണ് ഈ ടിപ്പിംഗ് പോയിന്റ്? സാധാരണ മാറ്റങ്ങളിൽ നിന്ന് ഇതിനെന്താ വ്യത്യാസം? ശരിയാണ്. അതുണ്ടല്ലോ, ഈ ടിപ്പിംഗ് പോയിന്റുകൾ സാധാരണ മാറ്റങ്ങൾ പോലെയല്ല. അതായത് ഒരു പ്രത്യേക ലെവൽ, ഒരു പരിധി കടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ മാറ്റം മതി. അതും വലിയ സ്വയം മുന്നോട്ട് പോകുന്ന ഒരു പ്രതികരണത്തിന് തുടക്കമിടും. ചിലപ്പോൾ ആയിരക്കണക്കിന് വർഷത്തേക്ക് അത് തിരുത്താൻ പറ്റില്ല. ആയിരക്കണക്കിന് വർഷം? അതെ. നമ്മൾ സംസാരിക്കുന്നത് കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന വലിയ ജൈവ ഭൗതിക സിസ്റ്റങ്ങളെ കുറിച്ചാണ്. അതായത് ഉദാഹരണത്തിന് വലിയ മഞ്ഞുപാളികൾ, മഴക്കാടുകൾ, പിന്നെ കടലിലെ പ്രധാന ജലപ്രവാഹങ്ങൾ, അങ്ങനെയുള്ളവ. ഇതിന്റെ പിന്നിലൊരു ശാസ്ത്രമുണ്ട്. ഈ സിസ്റ്റങ്ങൾക്ക് ഒന്നിലധികം സ്ഥിരതയുള്ള അവസ്ഥകൾ ഉണ്ടാവാം. ഒന്നുകിൽ ഉറച്ച മഞ്ഞുപാളി, അല്ലെങ്കിൽ ഉരുകിയ അവസ്ഥ, മഴക്കാടുകൾ, അല്ലെങ്കിൽ അത് മാറി പുൽമേടാകുന്ന അവസ്ഥ. ഈ അവസ്ഥകൾ തമ്മിലുള്ള മാറ്റത്തിന് കാരണം ഫീഡ്ബാക്കുകളാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മഞ്ഞുപാളി ഉരുകി തുടങ്ങുമ്പോൾ അതിന്റെ ഉപരിതലം താഴുമല്ലോ. ശരിയാണ്. അപ്പോ അവിടെ ചൂട് കൂടും. വെളുത്ത മഞ്ഞ് മാറി കറുത്ത പ്രതലം വരുമ്പോ അത് കൂടുതൽ സൂര്യപ്രകാശം വലിച്ചെടുക്കും. അത് കൂടുതൽ ഉരുകാൻ കാരണമാകും. അതെ, അതൊരു സെൽഫ് ആംപ്ലിഫൈയിങ് ഫീഡ്ബാക്ക് ആണ്. സ്വയം ശക്തിപ്പെടുത്തുന്ന ഒരു പ്രതിഭാസം. പവിഴപ്പുറ്റുകളുടെ നാശം, AMOC പോലുള്ള സമുദ്ര ജലപ്രവാഹങ്ങൾ നിലയ്ക്കുന്നത്, ഇതൊക്കെ മറ്റുദാഹരണങ്ങളാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, നമ്മൾ ഈ അപകടകരമായ പോയിന്റുകളോട് എത്ര അടുത്താണ്? ഈ സ്രോതസ്സുകൾ എന്താണ് പറയുന്നത്? എന്തെങ്കിലും നല്ല വാർത്തകളുണ്ടോ? ചില കാര്യങ്ങളിൽ ശാസ്ത്രജ്ഞർക്ക് മുമ്പുണ്ടായിരുന്ന അത്ര ആശങ്ക ഇപ്പോഴില്ല. ആശ്വാസം. ഉദാഹരണത്തിന്, ആർട്ടിക് കടലിന്റെ മഞ്ഞ് അത് ഒരു പരിധിവരെ പുനഃസ്ഥാപിക്കാൻ കഴിയേക്കുമെന്ന് പറയുന്നു. പിന്നെ ചില വനമേഖലകൾ, അതിന്റെ ഒക്കെ ടിപ്പിംഗ് പോയിന്റുകൾ കുറച്ചുകൂടി അകലെയായിരിക്കാം. പക്ഷേ ഇത് ഭാഗികമായ ഒരു ചിത്രം മാത്രമാണ്. വളരെ നിർണായകമായ ചില ടിപ്പിംഗ് പോയിന്റുകൾ അതുണ്ടല്ലോ, വളരെ അടുത്താണ്. ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും ഗ്രീൻലാൻഡ് മഞ്ഞുപാളി, പിന്നെ പശ്ചിമ അന്റാർട്ടിക് മഞ്ഞുപാളി, WAIS എന്ന് പറയും. പിന്നെ ഉഷ്ണമേഖലാ പവിഴപ്പൊറ്റുകൾ, പെർമഫ്രോസ്റ്റ്, അതായത് സ്ഥിരമായി തണുത്തുറഞ്ഞ മണ്ണ്, അതിന്റെ പെട്ടെന്നുള്ള ഉരുകല്, ഇതൊക്കെ 1.5 ഡിഗ്രി ചൂട് കൂടുമ്പോൾ തന്നെ അപകടത്തിലാണ്. 1.5 ഡിഗ്രിയിൽ പോലും? അതെ. ഒരു പക്ഷേ ഈ പശ്ചിമ അന്റാർട്ടിക് മഞ്ഞുപാളിയുടെ തകർച്ച അതൊരു പക്ഷേ അതിന്റെ ടിപ്പിംഗ് പോയിന്റ് കടന്നു കഴിഞ്ഞു എന്നും ചില പഠനങ്ങൾ പറയുന്നുണ്ട്. അത് പൂർണ്ണമായി ഉറപ്പിച്ചിട്ടില്ല, പക്ഷേ സാധ്യതയുണ്ട്. ഇത് ശരിക്കും ഗൗരവമുള്ള കാര്യമാണല്ലോ. ഈ സ്രോതസ്സുകൾ പറയുന്ന വേറൊരു കാര്യം, ഈ ടിപ്പിംഗ് പോയിന്റുകൾ ഒറ്റക്കൊറ്റയ്ക്കല്ല നിൽക്കുന്നതെന്നാണല്ലേ? അവ തമ്മിൽ ബന്ധമുണ്ട്. അതെ. അതാണ് ഏറ്റവും വലിയൊരു ആശങ്ക. കാസ്കേഡിംഗ് ഇഫക്റ്റുകൾ എന്ന് പറയും. കാസ്കേഡിംഗ് ഇഫക്റ്റുകൾ, അതായത് ഒരു ടിപ്പിംഗ് പോയിന്റ് കടക്കുന്നത് മറ്റൊന്നിനെ തള്ളിവിടാം, ഒരു ഡോമിനോ ഇഫക്റ്റ് പോലെ. ഉദാഹരണത്തിന്, ഗ്രീൻലാൻഡിലെ മഞ്ഞ് ഉലുകുന്നു എന്ന് വെക്കാം. ജലപ്രവാഹമുണ്ട്, AMOC, അറ്റ്ലാന്റിക് മെരീഡിയോണൽ ഓവർടേണിംഗ് സർക്കുലേഷൻ. അതെ, അതിനെ ദുർബലപ്പെടുത്താം. AMOC മാറിയാൽ അത് ലോകത്തിലെ കാലാവസ്ഥയെ മൊത്തത്തിൽ ബാധിക്കും, പ്രത്യേകിച്ച് മൺസൂണിനെ. അത് ചിലപ്പോൾ ആമസോൺ മഴക്കാടുകളിലെ മഴ കുറയ്ക്കാൻ കാരണമായേക്കാം. അപ്പോൾ ആമസോൺ അതിന്റെ ടിപ്പിംഗ് പോയിന്റിലേക്ക് അടുക്കും. കണ്ടില്ലേ, ഒന്നിനു പുറകെ ഒന്നായി വരുന്നത്. അതെ, ഇത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. ശരിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്രോതസ്സുകൾ മുൻകരുതൽ തത്വം അഥവാ പ്രിക്കോഷണറി പ്രിൻസിപ്പിളിന്റെ പ്രാധാന്യം എടുത്തു പറയുന്നത്. അതായത് നമുക്ക് കൃത്യമായി എവിടെയാണ് ആ പോയിന്റ് എന്നറിയില്ലെങ്കിൽ പോലും അപകട സാധ്യതയുടെ ഒരു ചെറിയ സൂചന കണ്ടാൽ പോലും നടപടിയെടുക്കുക, ഏറ്റവും മോശം സാഹചര്യം ഒഴിവാക്കാൻ നോക്കുക. ശരിയാണ്. അപ്പോൾ ഈ ശാസ്ത്രീയ കണ്ടെത്തലുകളൊക്കെ ഉണ്ട്, മുന്നറിയിപ്പുകളുണ്ട്. ഇതിനെങ്ങനെ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരും? IPCC പോലുള്ള സംഘടനകളുടെ പങ്ക് എന്താണ് ഇവിടെ?
IPCC, അതായത് ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അവർ ഈ ശാസ്ത്രീയ വിവരങ്ങളെയെല്ലാം ഒരുമിച്ച് ചേർത്ത് ലോകത്തിന് മുന്നിൽ വെക്കുന്നു. അവരുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് AR6, അതിൽ ഈ ടിപ്പിംഗ് എലമെന്റുകളെ കുറിച്ച് ആദ്യമായി ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്. പക്ഷേ ഹോസൂങ് ലീ പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട്. ഒരു വാട്ടർ സ്ലൈഡിൽ എവിടെയാണ് താഴേക്ക് വീഴുന്ന പോയിന്റ് എന്ന് കുട്ടികൾക്ക് കളിക്കുമ്പോൾ അറിയാം. പക്ഷേ ശാസ്ത്രജ്ഞർക്ക് പോലും ഈ കാലാവസ്ഥാ ടിപ്പിംഗ് പോയിന്റുകൾ കൃത്യമായി എവിടെയാണെന്ന് പറയാൻ ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. അത്ര സങ്കീർണമാണ് ഈ സിസ്റ്റം. അപ്പോ മുൻകരുതൽ എടുക്കുക എന്നത് തന്നെ പ്രധാനം. അതെ, മുൻകരുതൽ വളരെ പ്രധാനമാണ്. സാമ്പത്തികപരമായ മാറ്റങ്ങളെക്കുറിച്ചും പറയുന്നത്, ഫോസിൽ ഇന്ധന സബ്സിഡി നിർത്തുന്നത്, പുതിയ പദ്ധതികൾക്ക് പണം കൊടുക്കാതിരിക്കുന്നത്. തീർച്ചയായും സാമ്പത്തിക സഹായം വളരെ പ്രധാനപ്പെട്ടതാണ്. ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് മാറണം, വികസ്വര രാജ്യങ്ങളെ സഹായിക്കണം. പക്ഷേ അതുണ്ടല്ലോ, അത് മാത്രം പോരാ. പിന്നെന്താണ് വേണ്ടത്? സാങ്കേതിക വിദ്യയിൽ മുന്നേറ്റം വേണം. അതിനോടൊപ്പം തന്നെ സാമൂഹികമായ മാറ്റങ്ങളും വരണം. നമ്മുടെയൊക്കെ ജീവിത രീതികൾ, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഇതിലൊക്കെ മാറ്റം വരണം. ശരിയാണ്. പിന്നെ ഈ മാറ്റങ്ങൾ നീതിയുക്തമായിരിക്കണം. എല്ലാവർക്കും അതിന്റെ ഗുണം കിട്ടണം. ഇവിടെ സർക്കാരുകൾക്ക് വലിയ പങ്കുണ്ട്. നയങ്ങളിൽ ഒരു സ്ഥിരത കൊണ്ടുവരാനും പൊതുവായ നന്മ ഉറപ്പാക്കാനും. അപ്പൊ ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളെ കേൾക്കുന്നവർ ചിന്തിക്കുന്നുണ്ടാവാം, ഇതെല്ലാം ശരി, പക്ഷേ എനിക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ എന്ത് ചെയ്യാനാകും? ഒരു പോസിറ്റീവായ സാമൂഹിക ടിപ്പിംഗ് പോയിന്റ് സാധ്യമാണോ? അതായത് സമൂഹം ഒന്നടങ്കം ശരിയായ ദിശയിലേക്ക് മാറുന്ന ഒരു അവസ്ഥ. നല്ല ചോദ്യമാണ്. സാധ്യമാണ്. അതും ഈ സ്രോതസ്സുകളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, കുറഞ്ഞ കാർബൺ പുറന്തള്ളുന്ന ടെക്നോളജികൾ, പുതിയ ജീവിത രീതികൾ, ഇവയൊക്കെ കൂടുതൽ പ്രചാരം നേടുമ്പോൾ, അവയുടെ വില കുറയുമ്പോൾ കൂടുതൽ ആളുകൾ അത് സ്വീകരിക്കാൻ തുടങ്ങും. അപ്പോ സമൂഹം പെട്ടെന്നൊരു പുതിയ സുസ്ഥിരമായ ഒരു വഴിയിലേക്ക് മാറും. അതും ഒരുതരം ടിപ്പിംഗ് പോയിന്റ് ആണ്. ശരിയാണ്. ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യം പോലെ അല്ലേ? അതെ, ഒരു നല്ല ഉദാഹരണമാണത്. ഇതിന് പക്ഷേ കൂട്ടായ ശ്രമം വേണം. സർക്കാരുകളുടെ പിന്തുണ, പിന്നെ ഈ ശാസ്ത്രീയ വിവരങ്ങൾ എല്ലാവരിലേക്കും ശരിയായി എത്തണം. തെറ്റിദ്ധാരണകൾ ഒഴിവാക്കണം. അപ്പൊ നമ്മള് ഈ സ്രോതസ്സുകളിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ മനസ്സിലായ പ്രധാന കാര്യം, ഈ കാലാവസ്ഥാ ടിപ്പിംഗ് പോയിന്റുകൾ വെറും സങ്കല്പമല്ല, യാഥാർത്ഥ്യമാണ്. അവയുടെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കാം. നമ്മൾ വിചാരിക്കുന്നതിലും അടുത്തായിരിക്കാം ചില പോയിന്റുകൾ. അവയുടെ ആ പരസ്പര ബന്ധം, കാസ്കേഡിംഗ് എഫക്ട്, അത് കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. അതെ, അതുകൊണ്ട് തന്നെ സാമ്പത്തികവും സാങ്കേതികവുമായ പരിഹാരങ്ങൾ മാത്രം പോരാ എന്ന് ഈ സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നു. നമ്മുടെ സമൂഹത്തിലും ചിന്താഗതിയിലും ഒരു വലിയ മാറ്റം ആവശ്യമാണ്. അടിയന്തരമായി പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. തീർച്ചയായും മുൻകരുതൽ എടുക്കണം, ഇപ്പോൾ തന്നെ പ്രവർത്തിക്കണം. ഇത് ഭാവിയിലെ വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ മാത്രമല്ല, കൂടുതൽ ആരോഗ്യകരവും സുരക്ഷിതവും നീതിയുക്തവുമായൊരു ലോകം കെട്ടിപ്പടുക്കാൻ കൂടിയാണ് ഈ മാറ്റം. അപ്പോ ഈ വിശകലനം ഇവിടെ നിർത്തുമ്പോൾ കേൾക്കുന്നവർക്കായി ഒരു ചിന്ത ബാക്കി വയ്ക്കാം. ഈ സ്രോതസ്സുകൾ മുന്നോട്ട് വയ്ക്കുന്ന ശാസ്ത്രീയ യാഥാർത്ഥ്യങ്ങളും മുന്നറിയിപ്പുകളും ഒരു ഭാഗത്ത്, മറുവശത്ത് അത് പൂർണ്ണമായി ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ട സാമൂഹികവും രാഷ്ട്രീയവുമായ ഇച്ഛാശക്തി. ഈ വിടവു നികത്താൻ നമുക്ക് ഓരോരുത്തർക്കും എങ്ങനെ ഒരുമിച്ച് ശ്രമിക്കാൻ കഴിയും? അതൊരു വലിയ ചോദ്യമാണ്.